ോടൊപ്പം ഷഹബാസിന്റെ ഒരു ബന്ധു ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനോജ്, എന്താണ് ഈ ഷഹബാസിന്റെ ബന്ധുക്കൾ പറയുന്നത്? അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി എന്നറിയുന്നു. പോസ്റ്റ്മോർട്ടം ആരംഭിച്ചോ? അരുൺകുമാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. താമരശ്ശേരി ഇൻസ്പെക്ടർ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. ഇന്ന് തന്നെ ഖബറടക്കം ഉണ്ടാകും, വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്, കടവൂർ മദ്രസ സ്കൂളിൽ. അതിനുശേഷം ഇന്ന് തന്നെ ഖബറടക്കം ഉണ്ടാകുമെന്ന് പറയുന്നു. ബന്ധുക്കൾക്ക് തന്നെ നമുക്കൊപ്പം ഇവിടെയുണ്ട്. അവർ മറ്റു മാധ്യമങ്ങളെ സംസാരിക്കണം, നമുക്ക് അവരിലേക്ക് പോവുകയും ചെയ്യാം. അതായത് കുടുംബങ്ങൾക്ക് നിരവധി പരാതികളുണ്ട്. അതായത് നേരത്തെ വടകര റൂറൽ SP നമ്മളോട് പറഞ്ഞിരുന്നു, ഈ പ്രതികളായ കുട്ടികളിൽ ഇവിടെ മാതാപിതാക്കളിൽ ചിലർ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്ന ആളുകളാണെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇവർക്കറിയാം. അതിൽ ഒരു കുട്ടിയുടെ പിതാവ് പോലീസുകാരനാണെന്നും ഇവരുടെ കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് ചോദിക്കുകയും ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുടുംബങ്ങൾ കൃത്യമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. അതായത് ഈ അപകടം ഉണ്ടായത് തന്നെ ഈ ഷഹബാസിന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. കൂട്ടുകാർ കൂട്ടിക്കൊണ്ട് പോകുന്നു, ബാക്കി കുട്ടികൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഷഹബാസ് മാത്രം ഈ അക്രമി സംഘമായി കുട്ടികളുടെ ഇടയിൽ പെട്ടുപോയി എന്നാണ് അമ്മാവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. ഏതായാലും അവർ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയി പൊതുദർശനം എത്തിയ ശേഷം ഇന്ന് തന്നെ ഖബറടക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടതാനും നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യാം. സംഭവിക്കാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് അങ്ങേയറ്റം നീതി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്, കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ വടകര റൂറൽ SP പറഞ്ഞിരുന്നു, ഈ പ്രതികളായ കുട്ടികൾ ചിലരുടെ പേരൻസ് ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അതെ, നമ്മൾ അന്വേഷിച്ചപ്പോൾ അതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പ്രതികളായിട്ടുള്ള കുട്ടികളിൽ 2-3 ആളുകൾ നേരത്തെ ഇതുപോലെ തന്നെയുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവുകയും ഇതുപോലെ കേസിൽ അകപ്പെട്ട ആളുകളുമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഫാദേഴ്സിന് ഇതുപോലെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ശക്തമായി തന്നെ നമ്മൾ നിയമപരമായി നേരിടുന്നതാണ്. ഒരു പേരൻ്റ് പോലീസാണോ? ഒരു കുട്ടിയുടെ ഫാദർ പോലീസ് ഡ്രൈവറായി വർക്ക് ചെയ്യുകയാണ്. ഒരു കുട്ടിയുടെ ഫാദർ നേരത്തെ ഇതുപോലെയുള്ള ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഷഹബാസിന് ഇതിനു മുൻപ് ഈ കുട്ടികളെ അറിയായിരുന്നോ? നേരത്തെ അറിയില്ല, കാരണം ഷഹബാസ് ഇതിൽ പെട്ടുപോയതാണ്. കാരണം ഷഹബാസിനെ ഇവൻ്റെ ഒരു ഫ്രണ്ടായ ഒരു കുട്ടി അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോവുകയും അപ്പോൾ ആ കുട്ടികൾ ഇവരുമായിട്ട് സംസാരത്തിലായി. ആ സമയത്ത് ആ കുട്ടികളൊക്കെ ഓടി രക്ഷപ്പെട്ടു, ഇവൻ അതിൽ പെട്ടുപോയി. ഇവനെന്തൊന്നും അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് ഇവർ കൂട്ടം കൂടി ഇവനെ അടിച്ച് പണിയാക്കുകയായിരുന്നു. പോലീസിൻ്റെ പ്രാഥമിക സംശയം നഞ്ചക്ക് വെച്ചു അടിച്ചു എന്നാണ് പറയുന്നത്. അതെ. ഈ കുട്ടികളിൽ ഒരു 1-2 കുട്ടികൾക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരാണ് ഈ നെഞ്ചക്ക് ഉപയോഗിച്ചിട്ട് ഈ ഷഹബാസിൻ്റെ പുറകുവശത്ത് മാരകമായി അടിച്ച് അവന് വീഴ്ത്തിയത്. വീട്ടിൽ വന്ന ശേഷം ഷഹബാസ് വീട്ടുകാരോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അടി കിട്ടിയെന്നുള്ളത്? ഇല്ല, അടി കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ അടി കേസ് ഉണ്ടായിരുന്നു, കുട്ടികൾ തമ്മിൽ എന്നൊരു മർദ്ദനത്തിൻ്റെ കേസ് പറയുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പിന്നെ കുട്ടി ഛർദ്ദിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ താമരശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. അപ്പോൾ അവിടുന്ന് ഈ പരിക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞതിന് ശേഷം അവർ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പറയുകയും ഞങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തത്. ഈ അക്രമ സംഘത്തിൽപ്പെട്ട കുട്ടികളുടെ ചാറ്റിൻ്റെ ഓഡിയോ ഒക്കെ പുറത്തേക്ക് വന്നു, നിങ്ങളത് കേട്ടിരുന്നോ? 1-2 വീഡിയോസൊക്കെ ഓഡിയോ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്ലാനിങ്ങോടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. കാരണം ഒരു വീഡിയോ കേട്ടു, ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലും എന്നൊക്കെ ഒന്നും കേട്ടിക്കാൻ സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. നിലവിൽ ഈ പോലീസിൻ്റെ അന്വേഷണത്തോടെ ഉള്ള പ്രതികരണം എങ്ങനെയാണ്? തൃപ്തികരമാണോ? പോലീസിൻ്റെ അന്വേഷണം ഇതുവരെ കുഴപ്പമില്ല, നല്ല തൃപ്തികരമാണ്. പോലീസ് നല്ല സപ്പോർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻക്വസ്റ്റിന് ശേഷം പോലീസുകാർ എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്തോ നമ്മളോട്, ഫാമിലിയോട്? അന്വേഷണമൊക്കെ കറക്റ്റ് ചെയ്ത് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട്. അല്ല, ഇൻക്വസ്റ്റിന് ശേഷം പുറത്തേക്ക് വന്ന ശേഷം എന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞോ? ഇല്ല, അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് മുമ്പ് ഡീറ്റെയിൽസ് ചെയ്ത് വാങ്ങുന്ന സമയത്ത് എല്ലാം ഉറപ്പ് തന്നിട്ടുണ്ട്. അരുൺകുമാർ, ഇദ്ദേഹമാണ്, അമ്മാവനാണ്, നജീബാണ് കാര്യങ്ങൾ പറഞ്ഞത്. കുടുംബം പരാതി പറയുകയും ചെയ്തത്. എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് മൃതദേഹം കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ്? നമ്മൾ ആദ്യം തന്നെ വലിയ തറവാട് വീട്ടിലേക്കാണ്, താമരശ്ശേരി ചുങ്കത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടുന്ന് അവരെ അടുത്ത ബന്ധുക്കളെ മാത്രം കാണിച്ചിട്ട് നേരെ മഹല്ല് മദ്രസയിലേക്ക് കൊണ്ടുപോയി. ചുങ്കൻ ടൗൺ മസ്ജിദിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പൊതുദർശനത്തിന് മദ്രസയിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഏത് പള്ളിയിലാണ് ഖബറടക്കം? ഖബറടക്കം കടവൂർ പള്ളിയിൽ.
പിന്നെ മയ്യത്ത് നിസ്കാരം ചുങ്കത്തെ ടൗൺ പള്ളിയിൽ നിന്ന്. കാരണം കടവൂർ പള്ളിയിൽ സൗകര്യങ്ങൾ കാരണം പണി നടക്കുന്നത് കൊണ്ട് ചുങ്കത്തെ പള്ളിയിലേക്ക് വെക്കുകയാണ്. പിന്നെ ഖബറടക്കം മഹല്ല് പള്ളി കടവൂർ പള്ളിയിൽ തന്നെ വെക്കുന്നത്. പിന്നെ പൊതുദർശനത്തിന് മദ്രസയിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അരുൺകുമാർ, പൊതുദർശനം ഉണ്ടായിരിക്കുമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പേരൻസ് നിലവിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ അക്രമകാരികളായ കുട്ടികളുടെ ചില രക്ഷിതാക്കൾ ക്രിമിനൽ ആക്ടിവിറ്റി ഉൾപ്പെട്ട രക്ഷിതാക്കളാണെന്നുള്ള ആരോപണം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ കുടുംബവും ആ ആരോപണം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു കുട്ടിയുടെ പേരൻ്റ് പോലീസിലെ ഡ്രൈവറാണെന്ന് കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. ഓക്കെ, സിനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷം താമരശ്ശേരിയിലേക്ക് കൊണ്ടുവരും. ചുങ്കത്ത് തറവാട്ട് വീട്ടിലായിരിക്കും. അതിനുശേഷം വീട്ടിലേക്കും ഇപ്പോഴത്തെ വീട്ടിലേക്കും കൊണ്ടുവരുമെന്നാണ് സിനോജ് പറഞ്ഞിരിക്കുന്നത്.